ആധാർ മാസ്കോട്ട് ഡിസൈൻ മത്സരത്തിൽ തൃശൂരിൽ നിന്നുള്ള അരുൺ ഗോകുൽ ഒന്നാം സമ്മാനം നേടി. ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നമായ ഉദയ് പുറത്തിറക്കി UIDAI. മൈ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമിൽ നടന്ന ദേശീയ മത്സരത്തിലൂടെ ആധാറിന്റെ ഔദ്യോഗിക ചിഹ്നമായി ഉദയ് തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ മാസ്കോട്ടിന് നടപ്പാക്കാനുള്ളത് വലിയ ദൗത്യം. ജനങ്ങളുമായി ദൈനംദിന ആശയവിനിമയം നടത്തുകയെന്നത് ഇനി മാസ്കോട്ടിന്റെ ചുമതലയായിരിക്കും. വെബ്സൈറ്റിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഇനി ഈ രൂപം ആധാറിന് വേണ്ടി സംസാരിക്കും. ചാലക്കുടി സ്വദേശിയാണ് അരുൺ. മത്സരത്തിന് അവസാന ദിവസമാണ് എൻട്രി അയച്ചത്. ഈ നേട്ടം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെയാണ് അവർ അൺവീൽ ചെയ്തത് അതിന്റെ മീറ്റിംഗിൽ. അപ്പൊ അത് വീഡിയോ കോൺഫറൻസ് ലിങ്ക് അയച്ചാണ് ചെയ്തത്. അപ്പൊ അത് അറ്റൻഡ് ചെയ്ത് അവർ അൺവീൽ ചെയ്തപ്പോഴാണ് എന്റെ ഡിസൈൻ ആണല്ലോ എന്ന്. അത് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറഞ്ഞ് ലിങ്ക് അയച്ചപ്പോ ഞാൻ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പ്രൈസ്, അതായത് ഒരു 5 പേർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ അതിലേതെങ്കിലും അവസാനത്തെ സർട്ടിഫിക്കറ്റ് ആയിരിക്കുന്നതാണ് എന്റെ മനസ്സിൽ പോയത്. കാരണം അത്ര സിമ്പിൾ ഡിസൈൻ ആയിട്ടാണ് ചെയ്തത്. ചിത്രം ഇവനെന്നെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞേടാ, ഈ ചിത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് സമ്മാനം കൊടുക്കൂട്ടോ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചില്ല, പക്ഷെ എനിക്ക് അതിന്റെ സിംപ്ലിസിറ്റി ഇഷ്ടപ്പെട്ടു. വളരെ നല്ല നല്ല ആ പടത്തിന്. അപ്പൊ അങ്ങനെ പറയുകയും ചെയ്തു. പക്ഷെ ഇന്ന് ഈ ഇവരിത് കട്ടൻ ഇങ്ങനെ പൊക്കി ഇതിങ്ങനെ കാണിച്ചു വരുമ്പോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ചിത്രമായിരിക്കും വരുന്നതെന്ന്. തിരുവനന്തപുരത്ത് നടന്ന UIDAI ചടങ്ങിൽ ചെയർമാൻ നീലകണ്ഠ മിശ്ര ഔദ്യോഗിക ചിഹ്നം അനാവരണം ചെയ്യുകയും വിജയികളെ അഭിനന്ദിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നുള്ള ഇദ്രിസ് ദാവേവാല 2ാം സ്ഥാനവും ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്നുള്ള കൃഷ്ണ ശർമ്മ 3ാം സ്ഥാനവും നേടി. ഔദ്യോഗിക ചിഹ്നത്തിന് പേര് നൽകുന്നതിനുള്ള മത്സരത്തിൽ ഭോപ്പാലിൽ നിന്നുള്ള റിയ ജെയിൻ 1ാം സ്ഥാനം കരസ്ഥമാക്കി. പൂനെയിൽ നിന്നുള്ള ഇദ്രിസ് ദാവേവാലയും ഹൈദരാബാദിൽ നിന്നുള്ള മഹാരാജ് ശരൺ ചെല്ലാപ്പിള്ളയും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി.